ബിഷപ്പ് എനിക്കൊന്ന് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത്, പല മാറ്റി മാറ്റി. എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം, കാരണം പറയാനുള്ള ഒരുപാടുണ്ട് പറയാൻ. എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല. അല്ല അങ്ങനെയല്ല, ഒന്നല്ലോ പറയുന്നത്, പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ഇന്റർവ്യൂവിൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ മറ്റു ഇന്റർവ്യൂ ഞാൻ മോശമാണെന്ന് പറയും, വേറെ ഇന്റർവ്യൂ ഞാൻ നല്ലതെന്ന് പറയും, അടുത്ത ഇന്റർവ്യൂ മോശമായി. ഇത് തന്നെയാണ് സ്ഥിരത ഇല്ലാതെ പറയുന്നവരുടെ കാര്യം. എന്ത് പറയാനാ? എന്നെ വിമർശിക്കുന്നവരെ വിമർശിച്ചിരിക്കട്ടെ, അതേ ഞാൻ പറഞ്ഞോളൂ. വിമർശിക്കേണ്ടെന്നല്ല പറയുന്നത്. ഓവറാകുമ്പോൾ അതിര് കിടക്കത്തില്ലേ സീമ, ഒരു പരിധി കിടക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ അടുത്ത ആരിലും വന്നാൽ പോട്ടെ എന്ന് ഓർക്കും. പക്ഷെ അത് പിന്നെ വരും നമ്മുടെ പറയുന്നത്. ഒരു പ്രാവശ്യം ഒരു ആളിനെ വിളിച്ച് ഒരു ആൽബം അഭിനയിക്കുക എത്ര രൂപ? ഞാൻ 5 ലക്ഷമാണ് രൂപ. ഞാൻ 5 ലക്ഷം, ഇവിടെ 5000 രൂപയുടെ കാര്യം പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ രേണുവായിട്ട് എടുക്കുന്നുണ്ടോ? രേണുവിന്റെ പ്രവർത്തികളിലോ അല്ലെങ്കിൽ ലൈം ലൈറ്റ് നിൽക്കുകയാണ്? ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഫ്ലവേഴ്സിന്റെ ചാനലിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടില്ല. ഓഫർ വന്നിട്ടില്ല. ഫ്ലവേഴ്സ് ചാനലിൽ നിന്നും എനിക്ക് ജോലിയുടെ ഓഫർ വന്നിട്ടില്ല. അപ്പം ചേച്ചി ഇങ്ങനെ നിൽക്കുന്നല്ലോ പിടിച്ച്. ഞങ്ങൾക്കൊക്കെ ഒരു ചേച്ചി ഒരു മാതൃകയാണ് എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. നെടുമ്പാശ്ശേരിയിൽ എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഏട്ടൻ പറഞ്ഞത്, ഞാനിപ്പോൾ ജോലി ഉണ്ടല്ലോ, നിനക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പാവട്ടെ, നീ വീട്ടിൽ ഇരുന്നാൽ മതി. അത് കുഞ്ഞും പറഞ്ഞു, മോനും പറഞ്ഞു, അമ്മേനെ ഇപ്പം വിടാണ്ട്. സൂചേട്ടൻ അന്നത്തെ പ്രാവശ്യം എന്നെ ജോലിക്ക് വിട്ടില്ല. ഇപ്പം സൂചേട്ടൻ്റെ മരണശേഷം എനിക്ക് ഈ ഒരു ജോലി ഇപ്പം അർച്ചന പറഞ്ഞ പോലെ സത്യമാണ്, എനിക്ക് അത്യാവശ്യമാണ്. എന്നെ അഭിനയിപ്പിക്കാവുന്ന ഇന്ന് ഈ നിമിഷം വരെ, ഇന്നിവിടെ ഇരിക്കുന്ന ഞാൻ, ഇന്ന് വരെ ഞാൻ ഒരു മേഖലയിലും എന്നെ അല്ലെങ്കിൽ അവർ പറയട്ടെ, ഞാൻ ചോദിച്ചിട്ടില്ല. നല്ല ഒരുപാട് സംവിധായകന്മാരെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ അടുത്ത് പോലും ഞാൻ, അവരിപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് 85% എന്നെ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് 100-ൽ. ബാക്കിയുള്ളവരാണ് വിവാദം സൃഷ്ടിക്കുന്നത്. അവർക്ക് വ്യൂസ് കൂടണം, അല്ലെങ്കിൽ അവർക്ക് വ്യൂസ് കിട്ടണം. ചോദിച്ച് ഞാൻ ഉത്തരം പറയും, അത് ഇന്നും പറയും, നാളെയും പറയും. എനിക്കൊരു ഉത്തരം ഇല്ലാത്തൊരു ചോദ്യം ഇല്ല. അതാര് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും. എന്ത് സ്നേഹമാണ് സൂചേട്ടനുള്ള ഇവർക്ക്. മരിച്ച് 2 വർഷം കഴിഞ്ഞ് ആ ജീവനോടുള്ളപ്പോഴേ, സൂചേട്ടൻ്റെ ജീവൻ, ഒരു ലോക്ക്ഡൗൺ ടൈം വന്നു, നല്ല പ്രശ്നങ്ങളായിരുന്നു. അന്ന് ഇവരാരും കണ്ടില്ലല്ലോ. കുറച്ച് സഹപ്രവർത്തകരുണ്ടായിരുന്നു, സ്റ്റാർ മാജിക് ടീം എല്ലാം ഉണ്ടായിരുന്നു സൂചേട്ടൻ്റെ കൂടെ. ഞങ്ങൾ ഫാമിലി ഉണ്ടായിരുന്നു, സൂചേട്ടൻ്റെ ഫാമിലിയും മക്കളും. വേറെ ആരാ ഉള്ള? ഈ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ ആരെങ്കിലും ഒരു നേരത്തെ കൊണ്ടുവല്ലം കൊടുത്തോ? സൂചേട്ടൻ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അനുഭവിച്ചപ്പോൾ. എല്ലാം കുറ്റം പറയാനേ ഉള്ളായിരുന്നു. ഈ പറയുന്ന ഒരൊറ്റ വിവാദങ്ങളും ഒന്നും എനിക്ക് ഒരു തുള്ളി കേൾക്കത്തില്ല. നമസ്കാരം എവരിബഡി, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോണസ്റ്റ് സ്റ്റാർ. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ ഗസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എയറിലാവുക എന്നൊക്കെ പറയും. അപ്പം അത്തരത്തിൽ എയറിലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ രേണുസുതി. അപ്പം എനിക്ക് രേണുസുതിൻ്റെ പോഡ്കാസ്റ്റ് എടുക്കാനുള്ള തോന്നലുണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എപ്പോഴും ഒരു അറ്റാക്കിംഗ് മോഡ് അല്ലാതെ എന്താണ് രേണുസുതിക്ക് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നി. രേണുസുതി പ്രതികരിക്കുന്നതായാലും രേണുസുതി ചെയ്യുന്ന കാര്യങ്ങളായാലും അതിൻ്റെ പുറകിൽ രേണുവിൻ്റെ മനസ്സിലുള്ളത് എന്താണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. ആ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക. താങ്ക് യു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. നമസ്കാരം രേണുസുതി, വെൽക്കം ടു ദ ഹോണസ്റ്റ് സ്റ്റാർ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ല, ഹാപ്പിയാണ്. കുറച്ച് ജലദോഷത്തിന്റെ പ്രശ്നം വെച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ്. ഓക്കെ രേണു, ഞാനിപ്പം രേണുവിൻ്റെ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിൽ. അപ്പം അതിനകത്തൊരു സ്റ്റേറ്റസിൽ ചിലപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് ഇട്ടായിരിക്കാം, അല്ലാതെ ആയിരിക്കാം. ഞാൻ കണ്ടു, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്കാണ് എന്നൊരു സ്റ്റേറ്റസ് കണ്ടു. അപ്പൊ ചിലപ്പം ഒരു വ്യക്തി കിട്ടായിരിക്കും, എനിക്ക് അറിയില്ല ആർക്കെങ്കിലും ഇട്ടാണോ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ആളുകൾ രേണുവിനെ മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, എന്റെ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്റെ കുറച്ച് ഫ്രണ്ട്സും അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ടവരും. ഇപ്പം വർക്കിനാകുമ്പോൾ വാട്സപ്പ് നമ്പർ എന്തായാലും, അപ്പം മേ ബി എന്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഞാൻ ചിലപ്പം എന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ സ്റ്റാറ്റസ് ഇടുന്നവരെന്ന് വെച്ചാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് എല്ലാവരും പറയും, ഇപ്പം എല്ലാവരും നീ എവിടെയാണെന്ന് നിന്റെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. കാരണം ചിലപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഇട്ടില്ല, എനിക്ക് ബസ്സിൽ കയറുന്നത്, ഷൂട്ട്, ഇങ്ങനെ അപ്ഡേറ്റ് ആണ് എപ്പോഴും. 2 തരത്തിലുള്ള ആൾക്കാരാണ് അങ്ങനെ ഇടുന്നത്. ഒന്നെന്ന് വെച്ചാൽ, എനിക്ക് ആരെയും എന്താ പറയുക, എനിക്ക് ആരോട് ഒരു രഹസ്യവും ഇല്ലാത്തവരങ്ങനെ ഇടും. 2എന്ന് വെച്ചാൽ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടും.
എന്നെ രേണു സംബന്ധിച്ച് ഫസ്റ്റ് എനിക്ക് രഹസ്യമൊന്നുമില്ല ഓക്കെ. അങ്ങനെ അപ്പം പ്രത്യേകിച്ച്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ആളുകള് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ആളുകൾ ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു അങ്ങനൊരു അല്ല പക്ഷെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ സമൂഹം ചില മനസ്സിലാക്കുന്നില്ല. ആളുകൾ മനസ്സിലാക്കുന്നില്ല. എല്ലാ സമൂഹത്തെ ഒരുമിച്ച് പറയുന്നില്ല. ചില ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല. ഓക്കെ. ആഹ് എ പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്ത്രീകളാണ്. സ്ത്രീകളാണ് ഉം. ഏറ്റവും കൂടുതൽ നെഗറ്റീവ്. അതും പ്രൊഫൈൽ നോക്കുമ്പോഴത്തേന് ഒറിജിനൽ പ്രൊഫൈല്. ഓക്കെ. അതെന്തുകൊണ്ടായിരിക്കുംന്ന് എപ്പളെങ്കിലും മീൻസ് നമ്മൾക്കിപ്പോ ഒരു നെഗറ്റീവ് കമന്റ് വന്നാ സ്വാഭാവികമായിട്ടും നമ്മള് ചിന്തിക്കും. എന്തുകൊണ്ടായിരിക്കും എന്ന് അല്ലെങ്കിൽ ഒരാള് നമ്മളെ വഴക്ക് പറഞ്ഞാൽ നമ്മള് ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് പോയിട്ടുണ്ടോ? കാരണമുണ്ടല്ലോ. കാരണം ഉണ്ടെങ്കിലേ വഴക്കപ്പം ഉം. എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുമ്പോ തന്നെ നെഗറ്റീവ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാല് അവർക്ക് ഒന്നും ആകാൻ പറ്റുന്നില്ല. ഉം. മീൻസ് ഞാൻ അതിന് വലിയതായെന്നല്ല ഞാൻ പറഞ്ഞത്. ഉം. അത്യാവശ്യം ആരെവിടെ പോയാലും തിരിച്ചറിയുന്നുണ്ട്. ഹാപ്പി സൂചിച്ചാന്റെ വൈഫാണോ അല്ലെങ്കിൽ രേണു സുധിയാണോ എന്ന് തിരിച്ചറിയുന്നുണ്ട്. ഉം. അവർക്കൊന്നും ആകാൻ പറ്റണില്ലായിരിക്കും. ആ ഒരു ഇതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അല്ലാതെ അവരുമായിട്ട് വ്യക്തിവൈരാഗ്യം ഒന്നും എനിക്കില്ല. അവരുടെ വീട്ടിൽ ചെന്ന് ആരെയും ഒന്നിനും ചെയ്യുന്നില്ല. പിന്നെ എന്താണ് കാരണം? വ്യക്തിപരമായിട്ട് ഞങ്ങള് ഈ കമന്റ് ഇടുന്ന നെഗറ്റീവ് കമന്റ് ഇടുന്ന ആരുടെയും ലൈഫിൽ കയറി ഞാൻ കളിക്കുന്ന പോലുമില്ല. ഒന്നിനും പോകുന്നില്ല. പക്ഷെ അപ്പം ഞാൻ പേഴ്സണൽ ആലോചിച്ചു അവർക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ടാവാം. ഒരു ഇൻഫ്ലുവൻസർ ആണ്. എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് ഒരു അവാർഡ് വാങ്ങിച്ചു. സോഷ്യൽ ICC എന്ന് പറയുന്ന ഒരു അപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടോ? അവാർഡ് വാങ്ങിച്ച സമയത്തല്ല ഞാൻ പറഞ്ഞ അല്ലാതെ ജനറലി ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് എന്താ വെച്ചാൽ ഇപ്പൊ അത് പറയുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് വിധവകളായിട്ടുള്ള സ്ത്രീകള്, ഉം. സിംഗിൾ മോംസ് ഉം. എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എന്താ അപ്പൊ രേണുവിന് ആസ് എൻ ഇൻഫ്ലുവൻസർ സമൂഹത്തിന്റെ അടുത്ത് പറയാനുള്ള മെസ്സേജ് എന്താ? ഇങ്ങനെയല്ല മേ ബി നമ്മളെപ്പോലെ അനുഭവിക്കുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാം. ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. രേണു ചേച്ചിയുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നു ഇപ്പം തീർന്നേനെ. ചേച്ചി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഞങ്ങൾക്കും കൂടെ ഉള്ള കാര്യങ്ങളാണ് ചേച്ചി പറയുന്നത് സമൂഹത്തിനോട്. ഞങ്ങളെന്ന് പറഞ്ഞാല് 4 പേര് അറിയാത്ത കൊണ്ട് അല്ലെങ്കിൽ സൂചേട്ടൻ അറിയപ്പെടാത്ത ആളായതുകൊണ്ടാണ് ചേച്ചിനെ എല്ലാവരും അറിയുന്നത്. ഞങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചുപോയി അവരെ കുടുംബക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അവരിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് കുറ്റങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കും. ഞങ്ങളൊന്നും ഒരു പൊട്ട് തൊടാൻ പറ്റത്തില്ല, ഒരു കമ്മലിടാൻ പറ്റത്തില്ല. അന്നേരം അവള് പോവാ ഒരുങ്ങി പോവാ എന്ന് പറയും. അപ്പൊ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നല്ലോ പിടിച്ച്. ഞങ്ങൾക്കൊക്കെ ഒരു ചേച്ചി ഒരു മാതൃകയാണ് എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അതാണോ ബേസിക്കലി രേണു ഇന്റന്റ് ചെയ്യുന്നതും? അതായത് സമൂഹത്തിന് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണോ? സിംഗിളായിട്ട് ജീവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിന്റെ വിഷമം, അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ കാരണം ഒരു എന്താ പറയാ അവര് എന്താ പറയാ ഒരു ധൈര്യം അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് പേര് പറഞ്ഞു എൻ്റെ ഓരോ വാക്കുകളിൽ അവർക്ക് ധൈര്യം കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ധൈര്യം കിട്ടുകയാണെങ്കിൽ എനിക്കത് സന്തോഷമേ ഉള്ളൂ. നമ്മള് കാരണം നമ്മുടെ ഒരു വാക്ക് കാരണം അവരുടെ മൈൻഡിനെ ധൈര്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. രേണുവിന്റെ ഏതോ ഒരു ഇന്റർവ്യൂല് ഞാൻ പണ്ട് കണ്ടൊരു ഇന്റർവ്യൂല് അതായത് എനിക്ക് ഒരു ATMന്ന് പൈസ പോലും എടുക്കാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പെട്ടെന്നുണ്ടായ ഒരു ട്രാൻസിഷൻ അതിനെങ്ങനെയാ നോക്കിക്കാണുന്നെ? സത്യമായിരുന്നു. സുധിച്ചേട്ടനുള്ള സമയത്ത് ATM കാർഡ് ഇട്ട് ഞാൻ പൈസ എടുക്കത്തില്ല. എനിക്ക് പേടി. അയ്യോ പൈസ വെപ്രാളോ എനിക്കറിയില്ല. സത്യമായിട്ടും അറിയില്ല. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് അനുഭവമാണ് നമ്മളെ ഇങ്ങനെ എത്തിച്ചത്. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത് അനുഭവമാണ്. അപ്പം ശരിക്കും ഇപ്പം ജീവിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതായത് ഇപ്പം രേണു ഡിപെൻഡന്റ് അല്ല ആരിലും. ആ. അപ്പൊ അന്ന് പക്ഷെ ഒരുപാട് ഡിപെൻഡന്റ് ആയിരുന്നു സുധിച്ചേട്ടനില്. അതെ. അപ്പം ഇപ്പം ഞാൻ തുടക്കത്തിൽ ചോദിച്ചപ്പോ തന്നെ ഇപ്പൊ ഹാപ്പിയാണ് ഈ ലൈഫിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അന്ന് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ അന്ന് എന്തൊക്കെയോ മിസ് ചെയ്തു പോയി എന്നൊരു ഫീലിംഗ് ഉണ്ടോ? അങ്ങനെയില്ല. അന്ന് മിസ് ചെയ്ത് പോയോന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് എനിക്ക് ഈ ഒരു സത്യം പറഞ്ഞാൽ അഭിനയം എന്ന് പറയുന്ന പാഷനായിട്ട് ചെയ്തതല്ല. ഒരു ജോലിയായിട്ടാണ് എന്റെ മുന്നിൽ ആദ്യം ഈ അഭിനയം വന്നത്. പിന്നെയാണ് അത് പാഷനായി മാറിയത്. അല്ല അപ്പൊ അതിനു മുന്നേ അങ്ങനെ ഒരു പാഷൻ ഡിസ്കവർ ചെയ്തിട്ടില്ല. ഇല്ല. ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സൂചിച്ചാന്റെ കൂടെ കൊസു TV എന്ന് പറയുന്നൊരു നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ അതില് 4 വെബ് സീരീസിനും ഏട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂൾ കാലത്ത് ഡാൻസർ ആയിരുന്നു. ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. സിനിമാറ്റിക്. അതുപോലെ പാട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ സൂചിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ സൂചിച്ചേട്ടന്റെ സപ്പോർട്ടായിട്ട് നിൽക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളായിരുന്നു. അല്ല പക്ഷെ അപ്പം ആ സമയത്ത് അഭിനയിക്കണം എന്നുള്ള മോഹമോ അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്താനും പറഞ്ഞിട്ടുമില്ല. അല്ല പക്ഷെ ഇപ്പൊ എല്ലാ സ്ത്രീകൾക്കും കാണുമല്ലോ നമ്മൾ ഡിപെൻഡന്റ് ആവണം അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവണം ഏതെങ്കിലും ഒരു ചോയ്സ് ഉണ്ടാവുമല്ലോ. അപ്പം രേണു അന്ന് ഡിപെൻഡന്റ് ആയി ജീവിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. തീർച്ചയായിട്ടും സൂചിച്ചേട്ടന്റെ ആ ഒരു സപ്പോർട്ട് പുറകിൽ നിന്ന് ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിച്ചത്. അപ്പൊ ഇപ്പൊ ഈ ഒരു ചേഞ്ച് അതൊരു നല്ല പോസിറ്റീവ് മാറ്റമായിട്ടാണ് പക്ഷെ കാണുന്നത്. ഇത് ലൈഫിൽ പലതും ഡിസ്കവർ ചെയ്തു എന്ന് ഇപ്പം രേണുവിന് തോന്നുന്നുണ്ട്.
അങ്ങനെ ഇല്ലെന്നാ ഞാൻ ഉം. പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ അതൊരു ജോലിയായിട്ടാണ് ഞാൻ എടുത്തത്. അന്ന് സുധിച്ചേട്ടനുണ്ടായിരുന്ന ജോലിയും കാര്യങ്ങളും പൈസ വരുമാനമാണല്ലോ. നമുക്കൊരു 10 രൂപയ്ക്ക് വേണ്ടി ആരുടെയും കയ്യിൽ നിന്ന് ഓടേണ്ട കാര്യമില്ല. ആള് അധ്വാനിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏവിയേഷൻ പഠിച്ചതാണ്. അപ്പം നെടുമ്പാശ്ശേരിൽ എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഏട്ടൻ പറഞ്ഞത്, "ഞാനിപ്പോൾ ജോലി ഉണ്ടല്ലോ. നിനക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല പവിട്ടെ. നീ വീട്ടിൽ ഇരുന്നാൽ മതി." അത് കുഞ്ഞും പറഞ്ഞു, മോനും പറഞ്ഞു, "അമ്മേനെ ഇപ്പം വിടണ്ട അച്ഛാ." അല്ല അതാ ഞാൻ ചോദിച്ചത്. അത് രേണുവിന് താല്പര്യമുണ്ടായിട്ടും സുധിച്ചേട്ടൻ വിട്ടില്ല ആ സമയത്ത് എന്നാണോ? താല്പര്യമെന്ന് നമ്മളൊരു ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് ഇഷ്ടമാണല്ലോ. പക്ഷെ ജോലി ചെയ്യാൻ ഇഷ്ടമായിരുന്നു. താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സുധിച്ചേട്ടനും മോനുമാണ് വേണ്ട പോവണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവരുടെ ഇഷ്ടത്തിന് ഞാൻ നിന്നു. അത്രേ ഉള്ളൂ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് നിൽക്കുക. അതിന് ഞാൻ അവരെയും കുറ്റപ്പെടുത്തുകയല്ല. എനിക്ക് സന്തോഷമുള്ളായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാ ഇപ്പം ഒരു ഫ്രീഡം അതായത് ലൈഫില് ഇപ്പൊ അന്ന് നോ എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് നോ എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ആ നോ ഇല്ല. No, അപ്പം അതുകൊണ്ട് ലൈക്ക് അന്നത്തെ ആഗ്രഹം അന്ന് സാക്ഷാത്കരിക്കാൻ ആഗ്രഹമായിട്ടില്ലായിരുന്നല്ലോടാ. ഞാൻ പറഞ്ഞിട്ട് അന്ന് എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല അല്ല ഒരിക്കലും ജോലി അല്ല ഞാൻ ജോലി, അഭിനയമല്ല ജോലി, ഞാൻ ജോലി. ജോലിയുടെ ഓക്കെ, കാര്യം ഓക്കെ. ചോദിക്കുന്നത്. അപ്പൊ ഇപ്പം ഒരു ജോലി തേടുന്നത് അത് ഏത് രംഗത്തും ആയിക്കോട്ടെ. ഉം. അപ്പൊ ആ ജോലി ചെയ്യുന്നത് അന്നത്തെ ആ ഒരു ആഗ്രഹത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ് സത്യം പറഞ്ഞ. ജോലി എല്ലാവർക്കും ആവശ്യമാണല്ലോ. ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് അത്യാവശ്യമാണ്. സിംഗിളായിട്ട് ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ജോലി അത്യാവശ്യമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നത്. അമ്മയുണ്ട്, ഇളയ കുഞ്ഞുണ്ട്, മൂത്ത കുഞ്ഞുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ നോക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് ജോലി അത്യാവശ്യമാണ്. ഫ്രീഡം അത് തന്നെ. ജോലി ഇപ്പം സുചേട്ടൻ അന്നത്തെ പ്രാവശ്യം എന്നെ ജോലിക്ക് വിട്ടില്ല. ഇപ്പം സുചേട്ടൻ്റെ മരണശേഷം എനിക്ക് ഈ ഒരു ജോലി ഇപ്പം അർച്ചന പറഞ്ഞ പോലെ സത്യമാണ്. എനിക്ക് അത്യാവശ്യമാണ്. നമ്മൾ ശരിക്കും ഇപ്പൊ നമ്മളൊരു കഷ്ടതയിലേക്ക് കൂടി കടന്നു വരുമ്പോ നമ്മൾ ഇപ്പൊ ഒരു വരുമാനമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ രേണു പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അല്ലെ രേണുവിന് ജീവിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് രേണു ഇങ്ങനെ ജോലിക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ആസ്പെക്ട് നമ്മളിപ്പോ അഡ്രസ് ചെയ്തു. എന്തായാലും രേണുവിന് ജോലിക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ത് വന്നാലും. ഇനി കമ്മിങ് ടു ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് രേണു പറഞ്ഞു രേണുവിന്റെ പാഷനാണ് ആക്ടിങ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആക്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമല്ല. അതുമല്ല. അപ്പോൾ നമുക്കൊരു നിവൃത്തികേട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു കൺസ്ട്രെയിന്റ് വരുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി വേണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതെന്തുകൊണ്ട് ചൂസ് ചെയ്യാതെ നമ്മൾ ഒരുപാട് അന്വേഷിച്ചതാണ്. ആ സമയത്തൊക്കെ ഒരുപാട് അന്വേഷിച്ചു. കടയിൽ വരെ ചോദിച്ചതാണ്. ഒരു ഷോപ്പിൽ ഇന്റർവ്യൂ കഴിഞ്ഞാണ്. ഒരു വലിയൊരു ബേക്കറിയാണ്. അത് സാധനം എടുത്തു കൊടുക്കാനല്ല, അല്ലാതുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഫാക്ടറിയിൽ. അപ്പം അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞാനൊരു ഡ്രാമ ആർട്ടിസ്റ്റ്, ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. കൊച്ചിൻ സംഗമിത്രയുടെ ആർട്ടിസ്റ്റും കൂടാണ് ഞാൻ. നാടക എഗ്രിമെന്റ് കഴിഞ്ഞ മെയ്യിലായിരുന്നു. നാടകത്തിന് 1 വർഷത്തോളം നാടകം അവരുടെ സ്റ്റേജിൽ 50ാമത്തെ 60ാമത്തെ സ്റ്റേജ് കഴിഞ്ഞായിരുന്നു. അപ്പം ഒരു ഡ്രാമ ആർട്ടിസ്റ്റും കൂടെ. ആ സമയത്ത് മലയാള മനോരമയിലൊക്കെ വാർത്തകളൊക്കെ വന്നായിരുന്നു ഇങ്ങനെ ഡ്രാമ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അവരെന്നോട് പറഞ്ഞ ഇതേ ഉള്ളൂ, രേണു സുധി ഒരു ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം ജോലിക്ക് ഇപ്പം തലേദിവസം ഇപ്പം ഇന്ന് നാടകമുണ്ട്, പെട്ടെന്ന് പോകണം, പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവിടെ ലീവ് കിട്ടത്തില്ല. അപ്പൊ ഈ പത്രത്തിനകത്തൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാൻ ലൈം ലൈറ്റിൽ എന്ന് പറയുമ്പോൾ ആ സമയത്തും ഇപ്പോഴല്ലേ രേണു സത്യം ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയം തന്നെയായിരുന്നു. ആ സമയം ഒരുപാട് ന്യൂസുകൾ കുറച്ച് നാൾ കഴിഞ്ഞ് എപ്പോഴും വാർത്തയൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ വരുമായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് ലൈം ലൈറ്റ് നിൽക്കുന്ന ആളായതുകൊണ്ട് രേണു നമുക്കിവിടെ ഞങ്ങളിവിടെ ഇത് വെച്ചിട്ടുണ്ട് ജോലിയുടെ ഇത്, നിങ്ങൾ നാടകമൊക്കെ വേണ്ടാന്ന് വെച്ച് വരുവാണെങ്കിൽ നമുക്ക് അതാണ് സംഭവം. ഞാൻ ജോലി അന്വേഷിക്കാതെ ഇരുന്നിട്ടല്ല. പക്ഷെ നമ്മള് ഫ്ലവേഴ്സിന്റെ ചാനലിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടില്ല. ഓഫർ വന്നിട്ടില്ല. ഫ്ലവേഴ്സ് ചാനലിൽ നിന്നും എനിക്ക് ജോലിയുടെ ഓഫർ വന്നിട്ടില്ല. അനൂപേട്ടനും അവിടെ സഹപ്രവർത്തകർ പറഞ്ഞായിരുന്നു ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ഒരു ജോലി. അപ്പോൾ എനിക്കത് താല്പര്യമില്ലെന്നല്ല, എനിക്ക് കണക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്. സോ കണക്കെന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു ഈ കണക്കും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. നല്ല ടെൻഷൻ ആ സമയത്തൊക്കെ സുചേട്ടൻ മരിച്ച ആ സമയം. അപ്പം നല്ല ടെൻഷൻ. അപ്പോൾ എനിക്ക് ഓവർ ടെൻഷൻ അടിക്കാൻ പറ്റത്തില്ല ഏട്ടാ. അതുകൊണ്ട് ആ ഒരു ജോലി അതിലൊരു ഓൾട്ടർനേറ്റീവ് അവർ പറഞ്ഞില്ല. വേറൊന്നും പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് ഒരു ജോലിയുടെ കാര്യം, അല്ലാതെ ഇന്ന ജോലി ഇന്ന സ്ഥലത്ത് അങ്ങനെയൊന്നും ഒരു ഇന്റർവ്യൂ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രേണു പല സ്ഥലത്ത് പറഞ്ഞൊരു കാര്യം, ഈ പറയുന്നവരൊക്കെ എനിക്ക് 50,000 രൂപ കൊണ്ടു തന്നാൽ ഞാൻ വീട്ടിലിരിക്കാമെന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു അക്കൗണ്ടന്റിന്റെ ജോബ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത്യാവശ്യം നല്ലൊരു വരുമാനം കാണും. കണക്കറിയാത്ത ഞാൻ അവിടെ ചെന്ന് നമുക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഒരാളെ ഇപ്പം ഞാൻ അർച്ചനയോട് പറയാം, അർച്ചന ഇന്ന ജോലി ന്യൂസായിട്ട് ചെയ്യണം നിർബന്ധിച്ച് ഞാൻ പറയാം, അർച്ചന ചെയ്യും. അല്ല അവിടെയാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ
അത് നിവർത്തികേടിന്റെ പ്രശ്നമാണോ ഇഷ്ടത്തിന്റെ പ്രശ്നമാണോ? അപ്പം രണ്ടും നിവർത്തികേടെന്നല്ല. ഇപ്പം നമുക്ക് നമ്മൾ അങ്ങോട്ട് കയറി എന്നെ അഭിനയിപ്പിക്കാവുന്ന ഇന്ന് ഈ നിമിഷം വരെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഞാൻ, ഇന്ന് വരെ ഞാൻ ഒരു മേഖലയിലും എന്നെ അല്ലെങ്കിൽ അവര് പറയട്ടെ, ഞാൻ ചോദിച്ചിട്ടില്ല. നല്ല ഒരുപാട് സംവിധായകന്മാരെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഉം. അടുത്ത് പോലും അവരിപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുധിച്ചേട്ടൻ്റെ സിനിമ ചെയ്തവരൊക്കെ ഉണ്ട്. നല്ല കൂട്ടാണ്. അവരൊക്കെ നല്ലൊരു സുധിച്ചേട്ടൻ്റെ വൈഫ് അല്ലെങ്കിൽ ഒരു അനിയത്തിയെ പോലാണ് എന്നെ കാണുന്നത്. ഉം. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അങ്ങോട്ട് കയറി എന്നെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഉം. അവർക്ക് എന്നെക്കൊണ്ട് അഭിനയിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഞാനൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് തോന്നി അവര് പറയും. രേണു അഭിനയിക്കാൻ പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഞാൻ അവസരങ്ങൾ തേടിയിട്ടില്ല. നമുക്ക് തേടി വരുവാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് അത്തരമൊരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി അക്കൗണ്ടന്റിന് മാത്രമേ വന്നുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. അതല്ലാതെ അത്രേ ഉള്ളൂ. വരാതിരുന്നപ്പോ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പം നമ്മളെ തേടി അഭിനയം തീർച്ചയായിട്ടും. പിന്നെ വന്നു. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മള് സീനിയോറിറ്റി പുതുക്കി നമ്മള് ഇത് എംപ്ലോയ്മെന്റിന്ന് ഉം. സീനിയോറിറ്റി പുതുക്കാൻ പറഞ്ഞു. ഉം. അന്ന് എൻ്റെ കയ്യില് സർട്ടിഫിക്കറ്റ് പോലും 10ലെയും +2ന്റെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂർ ഇരിക്കുവായിരുന്നു. ഞാൻ നഴ്സിങ്ങിന് ഒന്ന് പോയായിരുന്നു. ഉം. അതവിടെ നിർത്തിയിട്ട് വന്നപ്പോൾ അവിടെ ഇരിക്കുവായിരുന്നു. അപ്പോൾ സുചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് അവരെനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത്. ഉം. അപ്പം ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ സീനിയോറിറ്റി പുതുക്കി. 10ലെയും +2ന്റെ സർട്ടിഫിക്കറ്റ് അന്നാണ് കിട്ടുന്നത്. സീനിയോറിറ്റി പുതുക്കി കഴിഞ്ഞപ്പം അവിടുന്നും ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ജോബ് ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഉം. അതിങ്ങനെ നടക്കുന്നു അതിൻ്റെ. പക്ഷെ ഇപ്പം ഏതെങ്കിലും ഒരാള് ഇപ്പൊ രേണുവിന് അറിയുന്ന മേഖലയിൽ ഒരു ജോലി തരാണ്, സ്ഥിര വരുമാനമുള്ള ഒരു ജോലി തരാണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യോ? എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ജോലിയാണ്. എന്നെക്കൊണ്ട് അക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഉം. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്, ഞാൻ ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ അഭിനയം എന്ന് പറയുന്ന സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, ഈ അഭിനയം എന്ന് പറയുന്ന മേഖല എൻ്റെ പാഷനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ജോലിയും പാഷനും കൂടാണ്. ഇത് എന്നെ തേടി വരുന്നോടം വരെ അല്ലെങ്കിൽ ഈ അഭിനയ മേഖല എനിക്കുള്ളിടത്തോളം കാലം ഞാനതും സൈഡിൽ കൂടെ കൊണ്ടുപോകും. പക്ഷെ ഇപ്പം രേണു ലൈം ലൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അവസരങ്ങൾ തേടി വരുമെന്ന് നമുക്ക് അതെ. ഊഹിക്കാം. പക്ഷെ ഒരു സ്റ്റേജിൽ ഇപ്പം ലൈം ലൈറ്റിൽ നിന്ന് പോവുകയാണെങ്കിൽ ഈ പോകുമല്ലോ, സ്വാഭാവികം. ഉം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ രേണുവായിട്ട് എടുക്കുന്നുണ്ടോ? രേണുവിന്റെ പ്രവർത്തികളിലോ അല്ലെങ്കിൽ ലൈം ലൈറ്റ് നിൽക്കാണ്. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് പല ആളുകൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോഴത്തേന് എങ്ങനെങ്കിലും ഹൈപ്പിൽ കയറണം, അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കണം. പല ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലുള്ള പല ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഇത് ചെയ്താൽ ഞാൻ ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നൊരു പറയുന്നൊരു വ്യക്തിയല്ല. ഞാനൊരു ഒഴുക്കിനനുസരിച്ച് വന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എയറിൽ കയറുക എന്ന് പറഞ്ഞാൽ ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാനത്തെന്ന റീലിലൂടെയാണ് ഞാൻ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ എയറിലാകുന്നത്. ഒരൊറ്റ റീലിലൂടെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ താന്നും ഇങ്ങനെ പിന്നെ വിവാദങ്ങളായി, വിവാദങ്ങളോട് വിവാദങ്ങൾ, അതും ഇതുമെല്ലാം ആയി. എന്തായാലും ഇവിടം വരെ എത്തിപ്പെട്ടു. അപ്പം ഇനിയിപ്പം ഈ ഒരു ലൈം ലൈറ്റ് ഇല്ലെങ്കിൽ പോലും ഞാനിങ്ങനെ തന്നെ രേണുസുതിയായിട്ട് തന്നെ നിൽക്കുന്നു. അല്ലാതെ എനിക്ക് എപ്പോഴും ഹൈപ്പിൽ നിൽക്കണമെന്നോ ലൈം ലൈറ്റ് നിൽക്കണമെന്നുള്ള ഒരു വ്യക്തിയല്ല, ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. പക്ഷെ എന്തുകൊണ്ടാ ഇത്തരം വിവാദങ്ങൾ എപ്പോഴും ഉണ്ടാവുന്നത്? കൊല്ലം സുധിച്ചേട്ടൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ വൈഫ് വിധവയായത് കൊണ്ട് തന്നെയാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രമുഖരായ ഒരുപാട് നടന്മാരുണ്ട്, അവരുടെ ഭാര്യമാര് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിവാദത്തിൽ അവര് പെടുന്നില്ല. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വിവാദപ്പെടുത്തുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. അപ്പൊ ആരാണ് ഈ വിവാദപ്പെടുത്തുന്നതെന്ന് തോന്നുന്നത്? സമൂഹത്തിലെ പല ആളുകളും, എല്ലാവരും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് 85% എന്നെ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് 100-ൽ. ബാക്കിയുള്ളവരാണ് വിവാദം സൃഷ്ടിക്കുന്നത്. അവർക്ക് വ്യൂസ് കൂടണം, അല്ലെങ്കിൽ അവർക്ക് വ്യൂസ് കിട്ടണം. അപ്പൊ ഈ വിവാദത്തിന്റെ ഒരു സബ്ജക്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. അതിപ്പം വിധവ എന്ന് പറയുന്നത് ഇപ്പം സുചേട്ടൻ മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷം അടുത്തായി. പക്ഷെ അതിനെ ചൊല്ലി അല്ലല്ലോ വിവാദം നടക്കുന്നത്. വിവാദം എന്ന് പറയുന്നത് എപ്പോഴും രേണുവിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ഇൻസ്റ്റൻസസിന്. അതെന്തിനാണ് എന്റെ ലൈഫിലോട്ട് ഇങ്ങനെ ചികഞ്ഞു നോക്കിയിരിക്കുന്നത്? അതുകൊണ്ടല്ലേ, അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, പക്ഷെ അത് ആ ഒരു സ്പേസ് കൊടുക്കുന്നത് രേണു അല്ലേ? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, എല്ലാം ബോധിപ്പിച്ചോണ്ടാണ്. ഇപ്പം നമ്മളിപ്പം ഇപ്പം മറ്റുള്ളവർ അവരുടെ അച്ഛനെ അമ്മേനെ ബോധിപ്പിക്കണം, കൂടി വന്ന ഭർത്താവിനെ ബോധിപ്പിക്കണം, അല്ലെങ്കിൽ മക്കളെ ബോധിപ്പിക്കണം. എനിക്കും അത് പോരെ, എന്റെ വീട്ടുകാരെ ഈ നാട്ടുകാരെയൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് എനിക്ക്. അല്ല, ശരിക്കും ആ ബോധിപ്പിക്കൽ രേണു ചെയ്യുന്നത് കൊണ്ടല്ലേ ശരിക്കും ഈ വിവാദം എക്സിസ്റ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പം ഏതെങ്കിലും ഒരു രേണുവിന്റെ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാതെ അവിടെ ഒരു ക്യാമറേനെ അലൗ ചെയ്യുക, അല്ലെങ്കിൽ അലൗ ചെയ്യുന്നു? ഞാനാണോ അലൗ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. എന്റെ മീഡിയ ഒന്നുമില്ല. മീഡിയാസ് ഇപ്പം ഒരു ആൽബം ഷൂട്ടാണെങ്കിൽ മീഡിയാസ് വരുന്ന അവരുടെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ വിളിച്ചിട്ടാണ്, അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള വിവാദം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മളെ വീട്ടിന്റെ എറിച്ചിലടിക്കുന്നു എന്ന് പറഞ്ഞൊരു അതെ അതെ അപ്പൊ അതില് രേണുവിന്റെ വീട്ടിലേക്ക് വ്ളോഗേഴ്സ് കടന്ന് വന്നിട്ടാണ് അത് ചോദിച്ചിട്ടുള്ളത്, ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു സ്പേസ് ശരിക്കും പറഞ്ഞാൽ രേണു വീട്ടിലൊക്കെ വന്നതല്ല അത് ആൽബത്തിന്റെ ഷൂട്ട് വെബ് സീരീസിന്റെ ഷൂട്ടിനന്ന് വന്നാണ് മീഡിയാസ്. പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു വെബ് സീരീസിന്റെ കണ്ടന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ചോദ്യത്തിന് മാത്രം രേണു തന്നെ പറഞ്ഞു. അപ്പം ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും എനിക്ക് അതിന്റെ ആൻസർ ഉണ്ട്. അല്ല, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ രേണു ആദ്യം പറഞ്ഞത് ഞാൻ എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ്. ബോധിപ്പിക്കുവല്ലോ അത് ചെയ്യുന്നത്. അവര് ഞാൻ പറയട്ടെ, എന്റെ ലൈഫ് പേഴ്സണൽ കാര്യം ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവര് പറഞ്ഞത് വീടിന് ആ ഒരാള് അത് ആരാണെന്ന് എനിക്ക് പിന്നെയാണ് അത് മനസ്സിലായത് ഏത് മീഡിയയിൽ നിന്നാ വന്നെന്ന്. ആ ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു, അന്ന് 5-ാം തീയതി വീട്ടിൽ വന്നപ്പം മഴ പെയ്തായിരുന്നു, അപ്പോഴാണ് അവരുടെ ദേഹത്തോട്ട് ആ വെള്ളം വീണത്. അങ്ങനെയാണ് അവരറിഞ്ഞത്, അല്ല ഞാൻ പറഞ്ഞു ചോദിപ്പിച്ചതല്ല. പിന്നീട് വിവാദമായി ഞാൻ പറഞ്ഞു ചോദിപ്പിച്ചു, ഞാൻ പറഞ്ഞൊന്നും ചോദിപ്പിച്ചല്ല. എനിക്ക് എവിടുന്നോ പുറകെന്ന് ചോദ്യം വന്ന് ഞാൻ ഉത്തരം പറയും. അത് ഇതെന്നല്ല, ഇപ്പം കരിമിഴി കണ്ണാലെ തൊട്ട് മീഡിയാസ് പുറകെ ഉണ്ട്. അവിടെ എന്ത് ഐസ്ക്രീം ഇഷ്ടമാണോ ആ ഇഷ്ടമാണെന്ന് പറയും. ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞു പോകും. അത് വലിയ വിവാദമാകുന്നൊന്നും ഓർത്ത് പറയുന്നൊന്നുമല്ല. പിന്നെ ബോധിപ്പിക്കണോ വേണ്ടയോന്ന് അത് എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചോദിച്ച് ഞാൻ ഉത്തരം പറയും. അത് ഇന്നും പറയും, നാളെയും പറയും. എനിക്കൊരു ഉത്തരം ഇല്ലാത്തൊരു ചോദ്യം ഇല്ല. അത് ആര് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും. ബിഷപ്പ് എനിക്കൊന്ന് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത്, പല മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം. കാരണം പറയാനുള്ള ഒരുപാടുണ്ട് പറയാൻ. എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല. അങ്ങനെയല്ല, ഒന്നല്ലോ പറയുന്നത്, പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ഇന്റർവ്യൂവിൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ മറ്റു ഇന്റർവ്യൂ ഞാൻ മോശമാന്ന് പറയും. വേറെ ഇന്റർവ്യൂ ഞാൻ നല്ലതെന്ന് പറയും, അടുത്ത ഇന്റർവ്യൂ മോശമായി. ഇത് തന്നെയാ, സ്ഥിരത ഇല്ലാതെ പറയുന്നവരുടെ കാര്യം എന്ത് പറയാനാ. അല്ല, പക്ഷെ അദ്ദേഹം കുടുംബപരമായിട്ടുള്ള സ്വത്താണല്ലോ തന്നത്. അപ്പം അതിന്റെ പേരിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുറകെ. അതിന് ഞാനൊന്നും പറയുന്നില്ല. കുടുംബപരമാണെന്ന് അറിയാം, നമുക്ക് അതിനെപ്പറ്റി അറിയാം. നമുക്ക് എന്തായാലും എനിക്ക് ഏതായാലും ആള് പറഞ്ഞ പോലെ എനിക്ക് പേരിലൊന്നും എഴുതി തന്നിട്ടില്ല ആരും. എന്റെ പേരിലൊന്നും എഴുതി തന്നിട്ടില്ല. അല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്താന്ന് വെച്ചാൽ രേണു ഇപ്പൊ അവിടുന്ന് മാറുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് മാറുക. അല്ലല്ല, എനിക്കൊന്നൊരു ഞാൻ കണ്ടിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ കാണത്തില്ല പുള്ളിയുടെ, ആരുടെയും കാണത്തില്ല. രേണു ഇന്റർവ്യൂല് പറഞ്ഞു. അത് ഞാനാണല്ലോ പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന് അത് വിഷമായിട്ടുണ്ടാവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം രേണുവിന്റെ മക്കൾക്ക് വേണ്ടി കൊടുത്തു. മാറിയോ ഞാൻ? ഇല്ലല്ലോ, പിന്നെ അദ്ദേഹം എന്തിനാ വിഷമിക്കുന്നത്? അല്ല, നമ്മളങ്ങനെ ഒരു ഡിസിഷൻ പറയുമ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ ഞാനൊന്നും കാണുന്നില്ല, അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂസും കാണുന്നില്ല. കാരണം സ്ഥിരതയില്ലാതാണ് സംസാരിക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞെന്ന് ഞാൻ പറയും. അല്ലാതെ ഒരു ചാനലിനോട് ഞാൻ ഇത് രേണുസുതി നല്ലതാണ്, മറ്റേ ചാനലിനോട് രേണുസുതി മോശമാണ്. അപ്പൊ ഇതിനകത്ത് ഏതാ സത്യം? ഒരുപാട് ഞാനും അദ്ദേഹത്തെ പറ്റി കഥകൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ പറയുന്നില്ലല്ലോ. എന്നെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഞാനും കേട്ടു, പക്ഷെ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കുന്നുമില്ല. ഞാനൊന്നും മോശമായിട്ട് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം പറയാൻ താല്പര്യപ്പെടുന്നില്ല, അത്രേ ഉള്ളൂ. ഈ നമ്മളുടെ ഇപ്പൊ ഈ ഒരു മകനെടുത്തൊരു വ്ളോഗ്, അതാണല്ലോ ഇപ്പൊ ഇത്രയും ഒരു ഡിസ്കഷൻ ടോപ്പിക് ആയത്. അപ്പൊ അതെപ്പോഴെങ്കിലും മകന്റെ അടുത്ത് അതിനെ കുറിച്ച് ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ വിളിച്ചായിരുന്നു, ഇടയ്ക്ക് വരണം അമ്മ, ഞാൻ ഓഗസ്റ്റ് 20 മോന്റെ അനിയന്റെ ബർത്ത്ഡേ കൊണ്ട് വരാം, അതിന്റെ ഇടയ്ക്ക് അമ്മേനെ വന്ന് കാണാം എന്ന് പറഞ്ഞു. അമ്മ എന്നുള്ള നിലയിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിവാദം വരുമ്പോ ആ കുട്ടീനെ എന്തെങ്കിലും രീതിയിൽ അത് എഫക്റ്റഡ് ആവോ? അങ്ങനെ മൂത്ത മകനെ അവനെ സംബന്ധിച്ച് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. ഒരു വിവാദത്തെ പറ്റി ഞങ്ങൾ രണ്ട് സംസാരിക്കാറില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം പപ്പ അമ്മയെ വിളിച്ച് സംസാരിച്ചായിരുന്നു, നിങ്ങൾ എങ്ങും പോകരുതേ. ഇന്നലെ വൈകിട്ടാണ് വിളിച്ചത്. അയ്യോ നിങ്ങൾ, അപ്പൊ പപ്പ അമ്മ ഞങ്ങളുടെ ഇതൊക്കെ അപ്പൊ അതൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടല്ല പപ്പ, നിങ്ങൾ എങ്ങും പോലെ, നിങ്ങളുടെ വീട് നമ്മുടെ വീടല്ലേ പപ്പ, അനിയനെ നോക്കണ്ടേ പപ്പ എന്ന് പറഞ്ഞു. അവൻ ഇന്നലെ സംസാരിച്ചായിട്ട് ഞാൻ അറിഞ്ഞു. എനിക്കറിയില്ല, ഞങ്ങൾ അതിനെപ്പറ്റി ഞാൻ എന്നും വിളിച്ച് ഞങ്ങൾ സാധാരണ പോലെ സംസാരിക്കും, വെക്കും. വിവാദത്തെ പറ്റി ഇന്ന് ഈ നിമിഷം വരെ സംസാരിച്ചിട്ടില്ല. എനിക്ക് നേരത്തെ വളരെ കാമായിട്ടുള്ള, മീൻസ് തീരെ ബോൾഡ് അല്ലാത്ത ഒരു ബോൾഡ് അല്ലായിരുന്നു, എന്നാലും എങ്കിൽ പോലും എന്റേതായിട്ടുള്ള കാര്യത്തിൽ ഞാൻ ബോൾഡ് ആയിരുന്നു. കാരണം അന്ന് മീഡിയക്ക് അറിയത്തില്ലോ എന്നെ, അതുകൊണ്ടായിരിക്കും ഇവരിപ്പം പെട്ടെന്ന് ബോൾഡായെന്ന് പറയുന്നത്. അല്ല, അന്നും ബോൾഡ്നെസ് കാണിക്കേണ്ടടുത്ത് കാണിക്കുമായിരുന്നു. എന്നുവെച്ചാ നമുക്ക് പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പണ്ടും പ്രതികരിക്കുക, സൂചന ഉള്ളപ്പോഴും പ്രതികരിക്കുമായിരുന്നു ആരോടാണേലും. അപ്പൊ അത് സഡൻ ആയിട്ട് ഉണ്ടായ അല്ല ഒരു വികാരമല്ല. കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി ധൈര്യമായത് അന്ന് സൂചാനുള്ളപ്പോഴും ഞാൻ പ്രതികരിക്കുമായിരുന്നു. മറ്റുള്ളവരോട് എന്തെങ്കിലും അനാവശ്യമൊക്കെ കാണിച്ചാലും പറയുമായിരുന്നു, പറയാനുള്ള പറയാം. പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്കാണ് ഒന്നും കൂടെ ഒരു ധൈര്യമായി. സാധാരണ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും തളർന്നു പോകും. ഇപ്പൊ ഇതിന്റെ പുറകില് എന്താ രേണുവിന്റെ ഒരു സപ്പോർട്ട്? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, എനിക്ക് എപ്പോഴും ധൈര്യം തരുന്ന കുറച്ച് പേരുണ്ട്. അവര് തന്നെയാണ് സപ്പോർട്ട്. അവര് തന്നെയാണ് ഞാൻ ഈ എന്റെ നാക്ക് സംസാരിക്കാനുള്ള കാരണം തന്നെ അവര് തന്നെയാണ്. അപ്പൊ ആ ധൈര്യം തരുന്നവര് ശരിക്കും പറഞ്ഞാൽ, അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മള് വീട് വെക്കുക,
അതൊരു സഹായമാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രേണുവിനെ എന്തെങ്കിലും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം. മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. ഇല്ലെന്നല്ല, അല്ല കൂട്ടുകാരൊക്കെ ഉണ്ട്. അല്ല ഫിനാൻഷ്യലി ഉം. എന്നല്ല ഞാൻ പറയുന്നത്. എന്ത് രീതിയിലും ആവാം സഹായം, എന്ത് അതെ. രീതിയിലും മാനസികമായിട്ടാവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടാഞ്ചിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പൈസ ആയിട്ടാവാം, അല്ലെങ്കിൽ വീടായിട്ടാവാം, എന്ത് രീതിയിലും ആവാം. അപ്പം അങ്ങനെ സഹായിക്കുന്ന കൂട്ടത്തിലുള്ള മെയിൻ ആയിട്ടുള്ള ആളുകൾ, ചില ആളുകൾ അവരിപ്പം വിഷമിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ രേണുവിനെ അങ്ങനെ നമ്മളും സഹായിക്കണ്ടായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതിന്റെ പിന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. വിഷമിക്കുന്ന എന്തിനാണ്? അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ വിഷമിപ്പിക്കുമായിരുന്നു. ഓ അപ്പൊ പിന്നെ അത് കാര്യം പറഞ്ഞു അവര് അത് വന്ന് ചെയ്യുകയും ചെയ്തു. പിന്നെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യം, വിഷമിക്കുന്ന നമ്മളും മനുഷ്യരാണ്, നമ്മളും വിഷമിച്ചു. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിച്ചു. അവര് വിഷമിച്ച പോലെ തന്നെ അതിനപ്പുറം ഞങ്ങളും വിഷമിച്ചെന്നേ. അപ്പൊ ശരിക്കും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തു. ഞാൻ എന്തിനാണ് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? അതായത് എനിക്ക് അതിന്റെ സോഷ്യൽ ആവശ്യമില്ല. മീഡിയയിൽ എനിക്ക് പറയും. അതിന്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ശരിക്കും ഒരു ടൂൾ ആയിട്ടാണോ? ഞാനൊന്നും അങ്ങനെ കാണുന്നില്ല. ഒന്നിനെയും ടൂളായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ അപ്പം രേണുവിന്റെ ഒരു ഓപ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ടായാലും നമ്മൾക്ക് ഉണ്ടാവുന്ന ലൈക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തും. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വെളിപ്പെടുത്തുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പം എവിടെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അക്സെപ്റ്റബിൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും. കംഫോർട്ടബിൾ ആണെങ്കിൽ അതെന്താണെങ്കിലും എൻ്റെ വായിൽ ഉത്തരവുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കംഫോർട്ടബിൾ ആണെങ്കിൽ ഞാൻ പറയും. അപ്പം ഈ ഒരു വരുന്ന കോമന്റ്സ് ആയാലും അല്ലെങ്കിൽ ആളുകളുടെ കമന്റ്സ് ഞാൻ അധികം അഭിപ്രായം, വായിക്കാറില്ല. അധികമൊന്നല്ല, ഞാൻ വായിക്കാറില്ല കമന്റ്സ്. പക്ഷെ ഒരു വിവാദങ്ങളും വ്ളോഗും ഒന്നും ഞാൻ കാണാറില്ല. അത് അതിന്റെ ആ ഹെഡിങ് മാത്രം ആരെങ്കിലും അയച്ചു തന്നാൽ ഇത് കാണും, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതൊരു ലൈവ് വന്ന സമയത്ത് എനിക്ക് ലൈവില് കമന്റ് ഞാൻ അറിയാലോ. അപ്പൊ അത്തരം നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെ മോശമായി അല്ലെങ്കിൽ നമ്മൾക്ക് വിഷമം തോന്നുന്ന രീതിയിലുള്ള കോമന്റ്സ്, അത് പ്രതികരിക്കാറും ഉണ്ടായിരുന്നു അല്ല, ലൈവില്. അത് നമുക്ക് പ്രതികരിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഞാൻ ഇന്റേണലി അതെങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്നാ ചോദിക്കുന്നത്. അതായത് എങ്ങനെയാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത്? വിഷമമില്ല, ഇല്ല, ഒട്ടും ഒരു ബാധിക്കത്തില്ല. വിഷമവും ഇല്ല, ബാധിക്കത്തില്ല. അത് മുന്നേ അങ്ങനെയാണോ? അതായത് ആരെങ്കിലും എന്തെങ്കിലും സുധിച്ചേട്ടൻ മരിച്ചതിന്റെ അത്രയും വിഷമം ഇനി എന്റെ തലയെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചാലും എനിക്ക് വിഷമം വരത്തില്ല. എന്റെ ലൈഫ് എടുത്ത് അമ്മാതിരി കീറിക്കളഞ്ഞാൽ എനിക്ക് വിഷമം. കാരണം സുധിച്ചേട്ടൻ മരിച്ചത്ര ഇനി ഒന്നും അതിൽ പരം ഇനി ഒന്നും എനിക്കില്ല. എന്ത് വന്നാലും ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ഇങ്ങനെ നിൽക്കത്തുള്ളൂ, ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു മൈൻഡ് ആയിപ്പോയി എന്റെ. അത് ആ ഒരു ട്രോമയെന്നുള്ള ഒരു ആവാം മേ ബി. കാരണം അതാണ് ഏറ്റവും വലിയ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയത്. കാരണം അതിൽ പരം എന്ത് വന്നാലും അങ്ങനെ തന്നെ പോകും. അതെന്താണെന്ന് എനിക്കറിയാം, അങ്ങനെ ആയിപ്പോയി ഞാൻ. നമുക്കിപ്പം ഒരാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വാക്യൂം ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റുന്ന ഒന്നല്ല. ഇല്ല, പ്രത്യേകിച്ച് സുധിച്ചേട്ടൻ എന്നെ സംബന്ധിച്ച് നികത്താൻ ഒന്നും പറ്റത്തില്ല. പുള്ളിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല എന്തെങ്കിലും മനസ്സിൽ എല്ലാം നല്ല കാര്യങ്ങളാണ്. ഒരു മോളെ പോലാണ്. ഞാൻ ജനിച്ച വർഷം സുധിച്ചേട്ടൻ 10ാം ക്ലാസ് ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾ 15 വയസ്സിന് ഡിഫറൻ്റ് ആണ്. മോളെ പോലെ കൊണ്ടാണ്, വാവുട്ടെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നമ്മൾ തിരിച്ച് ഫുഡ് വിളമ്പി കൊടുത്ത ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് വിളമ്പി തരണം, അത് കിച്ചുവിനും അറിയാം. ഞങ്ങൾക്ക് വിളമ്പി തരണം, അതാണ് ആളുടെ സംതൃപ്തി. ആള് കാപ്പി രാവിലെ ഇട്ട് തരുന്നത് എനിക്കാണ് കയ്യിൽ കൊണ്ടുതരുന്നത്. ഞാൻ തിരിച്ചു കൊടുത്ത കാപ്പിയൊന്നും കുടിക്കാറില്ല. ഞാൻ തരാം കേട്ടോ. ആ ഒരു മക്കളെ പോലാണ് എന്നെ കൊണ്ട് നടന്നത്. അത് ഭയങ്കര ഓർമ്മയാണ് എപ്പോഴും. ആ ഒരു എപ്പോഴും എനിക്ക് ആ മെമ്മറി ഉണ്ട് സുധിച്ചേട്ടൻ്റെ. സുധിയുടെ പേരിലാണല്ലോ രേണു അറിയപ്പെടുന്നത് കുറെ പേര് പറയുന്നു. പക്ഷെ ആ ഒരു ടാഗിൽ തന്നെ നിലനിൽക്കാനാണോ ആഗ്രഹം, അതോ സ്വന്തമായിട്ട് അഭിനയിച്ച് സ്വന്തമായ ഒരു വ്യക്തിപരമായ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, സുധിച്ചേട്ടൻ്റെ പേരിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഓടി വരുന്ന സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെ. രേണു അല്ലേ, ഞങ്ങളുടെ സുധിയുടെ വൈഫല്ലേ എന്ന് പറഞ്ഞാണ് ഓരോരുത്തരും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അതൊന്ന്. അഭിനയത്തിൽ ഇപ്പം സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കണമെങ്കിൽ തന്നെ ഒരു ധൈര്യം വേണം. വെറുതെ ഒന്നും ആരും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കത്തില്ല, സ്റ്റേജിലും നിൽക്കത്തില്ല ആരും. ഒരു നാടകത്തിലൊക്കെ ചുമ്മാ ഈ കമന്റ് ഇടുന്ന ആരും വന്ന് ചുമ്മാ നിൽക്കത്തില്ല നാടകത്തിലോ. അല്ലെങ്കിൽ കൊച്ചിൻ സംഘമിത്രയെ പോലുള്ളൊരു സമിതി എന്നെ വിളിക്കണമെങ്കിൽ 1 വർഷത്തോളം അവരുടെ നാടക ആർട്ടിസ്റ്റ്, തിയേറ്റർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കഴിവില്ലാതെ നിർത്തത്തില്ല അവർ. അപ്പം എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ്റെ വൈഫായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ പേരിൽ ഞാൻ അറിയപ്പെടുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. രണ്ട് രീതിയിലും. അതായത് സ്വന്തം നിലയിൽ എന്തായാലും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ സുധിച്ചേട്ടൻ്റെ പേരിലാണ് എന്നെ അറിയപ്പെടുന്നെങ്കിൽ സന്തോഷമേ ഉള്ളൂ. അത്രയും വലിയൊരു കലാകാരൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്നെന്ന് പറയുന്നത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ രേണു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം രേണുവിനെ നെഗറ്റീവ് പറയുന്ന ആളുകളായാലും
സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ സുധിയുടെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എന്ത് എന്ന് സ്നേഹമാണ് സൂചിച്ചേട്ടനുള്ള ഇവർക്ക്. മരിച്ച് 2 വർഷം കഴിഞ്ഞ്. ഉം. ആ ജീവനോടുള്ളപ്പോഴേ സൂചിച്ചേട്ടൻ്റെ ജീവൻ ഒരു ലോക്ക്ഡൗൺ ടൈം വന്ന് ഉം. നല്ല പ്രശ്നങ്ങളായിരുന്നു. ഉം. അന്ന് ഇവരാരും കണ്ടില്ലല്ലോ. കുറച്ച് സഹപ്രവർത്തകരുണ്ടായിരുന്നു. സ്റ്റാർ മാജിക് ടീം എല്ലാം ഉണ്ടായിരുന്നു സൂചിച്ചേട്ടൻ്റെ കൂടെ. ഞങ്ങൾ ഫാമിലി ഉണ്ടായിരുന്നു. സൂചിച്ചേട്ടൻ്റെ ഫാമിലിയും മക്കളും. വേറെ ആരാ ഉള്ളത്? ഈ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ ആരെങ്കിലും ഒരു നേരത്തെ കൊണ്ട് വല്ലതും കൊടുത്തോ സൂചിച്ചേട്ടന്? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അനുഭവിച്ചപ്പോൾ എല്ലാം കുറ്റം പറയാനേ ഉള്ളായിരുന്നു. പിന്നെ ഈ ആ മരിച്ചു സമയത്ത് കഴിഞ്ഞ് പിന്നെ ഇവരെന്താന്ന് ഈ സ്നേഹം കാണിക്കുന്നേ? എന്ത് സ്നേഹമാണ് കാണിക്കുന്നേ? സുധിയുടെ ഭാര്യ അങ്ങനെ ആവണം ഇങ്ങനെ. അതല്ലേ ഞാൻ പറഞ്ഞെ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ. അല്ലെങ്കിൽ എനിക്കൊരു സ്ഥിരം പൈസ കൊണ്ട് തരട്ടെ ഇവര്. എനിക്ക് വീട്ടിൽ ഇരിക്കാൻ ഭയങ്കര താല്പര്യം. ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വീട്ടിൽ ഇരിക്കുവാ. അഭിനയിക്കുന്നില്ല. ഇവര് കൊണ്ട് താന്നേ പൈസ. അല്ല, ജോലി ഇത്ര ചെയ്യാൻ സ്നേഹം. താല്പര്യം ഉണ്ടെന്ന് രേണു പറഞ്ഞു. അതല്ല, ഇപ്പൊ ഈ പറഞ്ഞവരുടെ കാര്യം പറഞ്ഞേ. ഉം. ആരാണേലും ജോലി ബുദ്ധിമുട്ടി ചെയ്യുന്നത് ആർക്കും താല്പര്യമില്ല. എത്ര ജോലിയാണെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കാനാ നമുക്ക് താല്പര്യം. അതല്ലേ നല്ലത്. ചുമ്മാ ഫ്രീ ആയിട്ട് ഇരുന്നാ കൊണ്ട് പൈസ തരുവാണെങ്കിൽ അത്ര നല്ലതല്ലേ. ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലെന്നല്ല പറഞ്ഞു. ഇവർക്ക് വേണ്ടിയിട്ട്, ഉം. ഈ പറയുന്നവർക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ സൂചിച്ചേട്ടൻ്റെ ഭാര്യ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നില്ല. അവരോടാണ് ഞാൻ പറഞ്ഞത്. ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞത്. ഉം. അവരോടാണ് പറയുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? ഞാൻ വീട്ടിൽ ഇരിക്കും. ഇവര് കൊണ്ട് പൈസ തരട്ടെ. അത്ര സ്നേഹമുള്ളവരാണെങ്കിൽ. ഉം. അപ്പൊ സൂചിച്ചേട്ടനുള്ള മുന്നേയും ആ ഒരു സ്നേഹം കൊണ്ടല്ലേ ഇവര് പറയുന്നത് തന്നെ. അതാ ഞാൻ പറഞ്ഞത്. അവര് പറയുന്ന പോലെ ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ വീട്ടിലിരിക്കും. അപ്പൊ ഞാൻ പറയുന്ന പോലെ അവരും കേൾക്കട്ടെ. അവര് പൈസ കൊണ്ട് തരട്ടെ. പക്ഷെ നമ്മള് ലൈം ലൈറ്റിൽ നിൽക്കുമ്പോ ഉം. ഇതിന്റെ ഒരു ഭാഗമല്ലേ സത്യം പറഞ്ഞാൽ. ഭാഗമായിക്കോട്ടെ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്ന ആ ഒരു ആംഗിൾ ഒരിക്കലും കാണുന്നില്ല. എങ്ങനെ? അതായത് ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഒരാള് ദേഷ്യം കാണിച്ചു, അപ്പം ഉം. നമ്മൾ ചിന്തിക്കില്ലേ എന്തുകൊണ്ടായിരിക്കാം ദേഷ്യം കാണിച്ചത്? എനിക്കിപ്പോ ഇഷ്ടം പോലെ ദേഷ്യം മുഴുവൻ ഹേറ്റേഴ്സ് ഉണ്ടല്ലോ കുറേ പേര്. ഞാൻ പറഞ്ഞില്ലേ 85% എനിക്ക് സപ്പോർട്ടാണ്. ബാക്കി ശതമാനം മുഴുവൻ ഹേറ്റേഴ്സ് ആണല്ലോ. ഉം. അതങ്ങനെ ആ സൈഡിൽ കൂടെ പോട്ടെ. എന്റെ ദേഹത്തേക്കത്തില്ലല്ലോ. ഈ പറഞ്ഞ വിവാദങ്ങളെല്ലാം എനിക്ക് ദേഹത്തോട്ട് വന്ന് എന്നെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ തളർന്നു പോകത്തുള്ളൂ. ഞാൻ പിന്നെ എഴുന്നേൽക്കത്തില്ല. ഞാൻ കരഞ്ഞോളും. എന്നെ വന്ന് തല്ലിയാ ഞാൻ അവിടെ വീഴത്തേ ഉള്ളൂ. സങ്കടപ്പെട്ടിരിക്കും. പക്ഷേ ഇതൊന്നും, ഈ പറയുന്ന ഒരൊറ്റ വിവാദങ്ങളും ഒന്നും എനിക്ക് ഒരു തുള്ളി കേൾക്കത്തില്ല. സങ്കടമേ വന്നിട്ടില്ല. സങ്കടം മനുഷ്യനല്ലേ, സങ്കടം വരാറുണ്ട്. എന്റെ അതാ ഞാൻ ഫ്രണ്ട് ചോദിച്ചത്. അത് സങ്കടം ബാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബാധിക്കത്തില്ലെന്നല്ല, ചോദിക്കുന്നത്. മനുഷ്യനാണ്. അപ്പൊ മനുഷ്യന് ബാധിക്കും അപ്പൊ. ഇതൊക്കെ ഞാനൊരു കാര്യം ചെയ്യും. ഇതൊക്കെ ബാധിക്കാന്ന് പറഞ്ഞില്ലേ? ഈ ഉം. ബാധിച്ചാൽ ഞാനിത് നിർത്തിയിട്ട് വീട്ടിൽ ഇരിക്കും. ഞാൻ ഈ പണിക്ക് ഒരു മീഡിയയ്ക്ക് മുന്നേ ഞാൻ വരത്തില്ല. അഭിനയം ഞാൻ നിർത്തിയിരിക്കും. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. കാരണം ഞാൻ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഉം. മെന്റലിയാ ചോദിച്ചത്. മെന്റലി സങ്കടങ്ങളൊക്കെ വരാറുണ്ട്. എന്റെ പേഴ്സണൽ കാര്യങ്ങളാണത്. സങ്കടം വരാറുണ്ട്. ഞാൻ മനുഷ്യനാണ്, പച്ച മനുഷ്യനാണ്. മനുഷ്യന് വരുന്ന എല്ലാ വിചാരങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഇതൊക്കെ വരാറുണ്ട്. അതെങ്ങനെയാ ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യും. ഒറ്റയ്ക്ക്? അതങ്ങനെ ഹാൻഡിൽ ചെയ്യും. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ അടുത്തൊക്കെ അവരുടെ ഒരൊറ്റ വാക്ക് മതി. ഞാൻ ചിലപ്പം ഈ മെസ്സേജ് ഇടുന്ന അവരുടെ ഒരൊറ്റ മെസ്സേജിനായിരിക്കും. അവര് കോൾ ചെയ്ത് മെസ്സേജ് അന്നേരം ഡിലീറ്റ് ചെയ്യാനത്. ഉം. എനിക്ക് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇടുന്നേ. അപ്പം ശരിക്കും പറഞ്ഞാൽ അഥവാ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സങ്കടം വന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മള് ആൾക്കാരുണ്ട് നമുക്ക്. friends ഫ്രണ്ട്സ് ആണ്. ഉണ്ട്. അവരന്നേരം വിളിച്ചെടി ഇന്ന അടിയിട്ട മാറ്റടി. ഞങ്ങളില്ലേടി. അപ്പൊ എനിക്ക് അത് കിട്ടിയല്ലോ. അന്നേരം ഡിലീറ്റ് ആക്കും ഞാൻ. ഇത്തരം ഒരു സമൂഹത്തില് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പാടാണ് എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പാടായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് എന്റേതായിട്ടുള്ള ശരികളുണ്ട്, നിലപാടുകളുണ്ട്, വ്യക്തമായിട്ടുള്ള വ്യക്തതയുണ്ട്. ഞാൻ പറയുന്ന വാക്കിൽ ഇങ്ങനെ തന്നെ വാക്കിൽ തന്നെ പോകുന്നു. എനിക്കൊരു എന്താ പറയാ, ഏഹ്, വ്യക്തത ഇല്ലായ്മയില്ല. എല്ലാത്തിനും എനിക്ക് എന്റേതായ ശരികളുണ്ട്. അത് ഞാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ഭയമില്ല ഉം. ഈ ഒരു നിലപാടിനോട്. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോഴേ എന്തെങ്കിലും ഒരിക്കൽ ഇത് മാറിയേക്കാം, അല്ലെങ്കിൽ എന്റെ തോട്ട് പ്രോസസ്സ് ശരിയല്ലായിരുന്നിരിക്കാം എന്ന് തോന്നാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും ഈ ചിന്തിക്കുന്നുണ്ടോ? അഭിനയമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇപ്പം നമ്മളിപ്പം നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായാലും ഉം. ഇപ്പം പലരും രേണുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളായാലും പറയട്ടെ. എന്തെങ്കിലും ഒരിക്കൽ അല്ല അങ്ങനെ ഒരു റിവേഴ്സ് തോട്ട് പ്രോസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മേ ബി അവരായിരുന്നു ശരി, അങ്ങനെ ഒരു ശതമാനം പോലും ഇല്ല, ചിന്തിക്കുന്നില്ല. ഒരു ശതമാനം ചിന്തിക്കുന്നത്. ഞാൻ എന്റേതായുള്ള ശരികൾ നടക്കുന്നു. ഞാൻ അവർക്ക് ചെന്ന് തോണ്ടിപ്പിടിച്ച് അവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണെന്ന് ഞാനൊന്നും ഒരു ഉപദ്രവം ആർക്കും ചെയ്യുന്നില്ലല്ലോ. ഞാൻ എന്റേതായിട്ടുള്ള വഴികൾ നിൽക്കുന്നു. ഇവരെന്തിനാണ് എന്റെ പുറകെ വരുന്നത് വിവാദമായിട്ട്? ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ പോകുന്നു. ഉം. ശരിക്കും ഈ ഒരു ബോൾഡ്നെസ് നമ്മളുടെ ഒരു സങ്കടങ്ങളോ അല്ലെങ്കിൽ ഭയമോ അങ്ങനെ എന്തെങ്കിലും മാസ്ക് ചെയ്യുന്ന ഭയം മാസ്ക് ചെയ്യാനില്ല. ചിലപ്പം ഒരു പരിധി വരെ സങ്കടങ്ങൾ മാസ്ക് ചെയ്യാനുള്ള ബോൾഡ്നെസ് ആകാം. മനുഷ്യരല്ലേ, ആവാം. ഒറ്റപ്പെടൽ മാറ്റുക, അല്ലെങ്കിൽ നമ്മള് കാരണം നമ്മൾ ഇതില്ലെങ്കിൽ നമ്മളില്ല, തീർന്ന് സീറോ. അങ്ങനെ ആവാം. അതായത് മീൻസ് ഈ ഈ ഒരു ബോൾഡ്നെസ് കാണിച്ചാൽ ഞാനില്ല, തീർന്ന്. ഉം. മനസ്സിലായോ? ഈ ഒരു ധൈര്യം നമ്മൾ കാണിച്ചില്ലെങ്കിൽ എനിക്ക് ആരെയും ഭയമില്ല. കാരണം ഞാൻ ദൈവത്തെ ഭയക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവഭക്തയാണ് ഞാൻ.
അത് വേറെ ആരെ ഭയക്കാനാണ് ഞാൻ? അല്ല, യൂഷ്വലി ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് നമ്മളെ കുറിച്ച് അതൊന്നല്ലല്ലോ, സൈബർ അറ്റാക്കുകളോട് അറ്റാക്കാണ്. ബാധിക്കുക എന്ന് പറയുന്നത് നമ്മൾ സീരിയസ്ലി നമ്മളെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതില് വലിയ കോമഡി എന്നാന്നറിയോ, ഇത് ബാധിക്കാത്ത ചിലപ്പോൾ ഞാൻ ഇതൊന്നും കാണാത്തോണ്ടായിരിക്കും, ഇതൊന്നും കേൾക്കാത്തോണ്ടായിരിക്കും. ഈ വക സാധനങ്ങളൊന്നും ഞാൻ കാണത്തുമില്ല. ഇന്റർവ്യൂവിൽ ആങ്കർ പറയുമ്പോഴാണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത്. ഇങ്ങനൊരു സാധനം ഉണ്ടോ? ഞാനിതൊന്നും കേൾക്കാറുമില്ല, കാണാറുമില്ല. ഞാൻ എൻ്റെ റീൽ കാണുന്നു, റീൽ എടുക്കുന്നു, പോകുന്നു. അല്ല എന്തെങ്കിലും ഷോർട്ട് ഫിലിം എൻ്റെ കണ്ടു പോകുന്നു. അല്ല എൻ്റെ ഇന്റർവ്യൂ ആണോ, ശരി. അല്ലാതെ ഇവരുടെ ആരുടെയും ഞാൻ കാണാറുമില്ല, കേൾക്കാറുമില്ല. ആരും എന്നെ അറിയാവുന്നവരാരും ഒട്ട് പറയത്തുമില്ല ഇതിന്റെ കാര്യങ്ങൾ. ഇങ്ങനെ സംഭവം നടക്കുന്നൊന്നും പറയത്തില്ല. കാരണം എന്നെ അറിയാം, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ചിലപ്പോൾ ഒരു പരിധി വരെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ അയ്യോ എന്ന് പറഞ്ഞ് പോവായിരിക്കും, എനിക്കറിയില്ല. ഒരു 5 വർഷത്തിനപ്പുറത്ത് രേണു എവിടെയാണ് രേണുവിനെ തന്നെ ഒന്നും കാണുന്നത്? അറിയില്ല. അടുത്ത നിമിഷം എന്നാവുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന് എന്നാലും എന്താണ് ആഗ്രഹം? നല്ല നിലയിൽ നിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. സ്വന്തമായിട്ട് എലാബറേറ്റ്. നല്ല നിലയിൽ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കണം. ഇപ്പം നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എന്താ പറയുക, ഇപ്പം ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. ഇപ്പം 5 രൂപ കിട്ടിയാൽ 5 രൂപയും തീർന്നു കഴിഞ്ഞാൽ നാളെ എന്നെ ഇനി വർക്കില്ലെങ്കിൽ എന്നെ അടുക്കും. അങ്ങനെ ഒരു ടെൻഷനുണ്ട് ഇപ്പോഴും. 5 വർഷം കൂടെ കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞു എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ, ഒരു സ്ഥിര വരുമാനം, അല്ലെങ്കിൽ ഇപ്പം ഈ കിട്ടുന്ന കുറച്ചുകൂടെ അഭിനയമൊക്കെ കൂടുതൽ കിട്ടുകയും, അല്ലെങ്കിൽ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ മോഡലിംഗ് ഒക്കെ കിട്ടി കുറച്ച് എന്താ പറയുക പിള്ളേർക്ക് വേണ്ടി സേവ് ചെയ്യാനൊക്കെ ആ ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ ഭയങ്കര സന്തോഷം. ഈ ഒരു മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റേറ്റസ് ഉണ്ടല്ലോ, ഇപ്പൊ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ശരിക്കും എൻജോയ് ചെയ്യാണോ അതോ അത് സന്തോഷമുണ്ട്. കാരണം സുധിച്ചേട്ടൻ്റെ വൈഫ് ആയതുകൊണ്ടാണല്ലോ നമ്മളെ തിരിച്ചറിയുന്നത്. അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളെ ആ സ്നേഹം കാണിക്കുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് സുധിച്ചേട്ടനെ ഞങ്ങൾക്ക് ഹഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല, രേണു നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി ചേച്ചിമാരും ഒക്കെ എന്നെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ടുണ്ട്. സുധിച്ചേട്ടനെ ചെയ്യുന്ന പോലെ തന്നെ അവർക്കതാണ് ആഗ്രഹം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ഒരു പരിധി വരെ എന്താ പറയുക, നമുക്ക് അതാണ് ഞാൻ പറയുന്നത്, നമുക്കൊന്ന് ചിരിച്ച് മറിഞ്ഞ് നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ ചിരിക്കുമല്ലോ, സന്തോഷിച്ച് ചിരിച്ച് ചിലപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ സുധിയുടെ ഭാര്യ ഇവളെന്താ ചിരിക്കുന്നത്, ഇത്ര ചിരിക്കണം, ഓവറാണോ, അങ്ങനെയുണ്ട് ബുദ്ധിമുട്ട്. അത് മനസ്സിലായോ? ശരിക്കും ഒരു ഒരു പ്രൈവസി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇല്ല, ചില കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ പക്ഷെ ക്രൗഡൊക്കെ ആകുമ്പോഴത്തേന് കുറേ പേര് ഒരുമിച്ചൊക്കെ വരുമ്പോഴേ നമ്മളിങ്ങനെ ചിരിച്ച്, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാൻ വന്നത്. ഒരു പൊന്നാമ്പൽ പുഴയറമ്പിൽ ഒരു റീലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവർ പറഞ്ഞിട്ട് മീഡിയ വന്നിട്ടുണ്ട്. അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ മീഡിയാസിനെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഹെയർ ചെയ്തൊരു പയ്യൻ, നമ്മൾ നല്ല കൂട്ടായിരുന്നു, അവൻ ഹെയർ സ്റ്റൈലിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഹെയർ ചെയ്തിട്ടുണ്ട്, അവൻ എന്തോ സംസാരിച്ച് ഞാൻ ചിരിച്ചിങ്ങനെ അവനുമായിട്ട് സംസാരിക്കുക, സോറി. അപ്പോൾ അവർ മീഡിയ ഉണ്ട്, ചിരിച്ചപ്പോൾ പിറ്റേ ദിവസമാണ് സൂചേട്ടൻ്റെ 2ാം വർഷം. എടാ ശരി എന്നല്ല ചിരിച്ച് ഇവരെ നോക്കി, ഇവര് നാളത്തെ കാര്യം അപ്പം നാളെ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ചിരിച്ച് ഞാൻ മറിഞ്ഞ് ഇങ്ങനെ ചിരിച്ച് വരുവാ, ചിരിച്ച് വന്ന് ഇവരുടെ മുഖത്തോട്ടാ, ഇവർ ക്യാമറയിൽ നിൽക്കും. നിങ്ങൾ വരത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം അത് ചിരിച്ചോണ്ട് ചരമവാർഷികം വിളിച്ചു എന്നുള്ള രീതിയായി. അതങ്ങനെ രേണുസുതി ആയതുകൊണ്ടല്ലേ അങ്ങനെ. എന്താണ് ആക്ച്വലി വിമർശകരുടെ അടുത്ത് പറയാനുള്ളത്? വിമർശകരോട് എന്താ പറയാ, അവർ വിമർശിച്ചുകൊണ്ടിരിക്കുക. എത്ര പറഞ്ഞാലും അവർ മടുക്കത്തില്ല. അവർക്കിനി അടുത്ത കിട്ടുമ്പം അടുത്തതിന് പോകുന്നു ഞാൻ ഓർക്കുന്നു, പക്ഷെ നടക്കത്തില്ല, പുറകെ വരും. പിന്നെ അടുത്തൊരു ടോപ്പിക്ക് കിട്ടുമ്പം അവർ രേണുസുതി എടുത്തെറിഞ്ഞിട്ട് പൊക്കോട്ടെ, നടക്കുന്നില്ല അത്. അങ്ങനെയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ നമുക്ക്. ഓരോ നെഗറ്റീവുകളും എനിക്ക് പൂമാലകളാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പോസിറ്റീവുള്ളവർക്ക് നന്ദി, എല്ലാം എപ്പോഴും പറയുന്നൊരു വാക്കാണ്. ഓരോ നെഗറ്റീവ് കമൻസും എനിക്ക് ഓരോ പൂമാലകളാണ്. ഓരോ പോസിറ്റീവിനും സപ്പോർട്ടിനും നന്ദി എപ്പോഴും പറയാറുണ്ട് ഞാനത്. പിന്നെ വിമർശിക്കുന്നവരും വിമർശിച്ചിരിക്കട്ടെ, അതേ ഞാൻ പറഞ്ഞോളൂ. വിമർശിക്കേണ്ടെന്നല്ല പറയുന്നത്. ഓവർ ആകുമ്പോൾ അതിര് കടക്കത്തില്ലേ, സീമ ഒരു പരിധി കിടക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇനി അടുത്ത ആരിലും വന്നാൽ പോട്ടെ എന്ന് ഓർക്കും. പക്ഷെ അത് പിന്നെയും വരും നമ്മുടെ പുറകെ തന്നെ, അതിര് കടക്കും. അതാണ് ചില സമയം. ഫൈനലായിട്ട് നമ്മളെ സമൂഹത്തിലുള്ള വേറൊരു ഇമ്പോർട്ടന്റ് പ്രശ്നം കൂടിയാണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. അതിന്റെ മാരക വേർഷന്റെ ആളാണ് ഞാൻ, എന്നെ ചെയ്യുന്നത് മാരക വേർഷൻ ബോഡി ഷേമിങ്ങിന്റെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രേണു അത് ഭയങ്കര ബോൾഡായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷെ അത്തരം ബോഡി ഷേമിംഗ് അനുഭവിക്കുന്നവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്, ഒരു മെസ്സേജ് എന്ന രീതി? ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എന്നെ വിളിക്കുന്നത് എനിക്ക് നേരിട്ട് ഇന്ന് ഈ നിമിഷം വരെ ആരും
അയ്യേ ഇവളെ കണ്ട കൊള്ളൂല, നെഗറ്റീവും നേരിട്ട് ആരും വന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷൂട്ടിനിടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ തൻസീർ കൂത്തുപറമ്പിന്റെ ഷൂട്ട്, ആൽബത്തിന്റെ ഷൂട്ട് നടക്കുവാണ്. അപ്പം ഞാനുണ്ട് പ്രതീക്ഷയുടെ. അപ്പം ഞങ്ങളിങ്ങനെ ഷൂട്ടപ്പോൾ ഒരുപാട് പേര് വന്ന് സെൽഫി എടുക്കുന്നു. ഭയങ്കര സന്തോഷം. രേണുസുതി അല്ലേ എന്നൊക്കെ കാറൊക്കെ നിർത്തിയിട്ട് വന്ന സെൽഫി. ഇതെല്ലാം കണ്ട് മിണ്ടാതെ ക്യാമറമാൻ പറയാ, പുള്ളി ചിരിച്ചോണ്ട് പറയാം, ആ കാണുന്നവരെല്ലാം വന്ന് സെൽഫി എടുപ്പ് സ്നേഹമാണ്, പിന്നെ ഇതിന്റെ അകത്ത് ആരാ ഈ നെഗറ്റീവ് അടിക്കുന്ന ഇവളെ. പുള്ളി ഒരു തമാശ രീതിയിൽ എനിക്ക് ചിരിയും കൂടെ വന്ന്. അപ്പം നേരിട്ട് കാണുന്ന ഇന്ന് വരെ ഒരു മനുഷ്യനും നല്ല അയ്യോ രേണുവിനെ കണ്ട അങ്ങനെ അല്ലല്ലോ, അതിനകത്ത് പോലെ അല്ലോ, ഇതിപ്പോ നേരിട്ട് കാണാൻ നല്ലതാണല്ലോ, വേറെ ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലാതെ ഇന്ന് വരെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. എന്നാൽ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ പല്ലി, എലി, പാറ്റ, ചുണ്ടലി എന്തൊക്കെയാ വിളിക്കുന്നത്. ഇപ്പം കുറെ പറയുന്ന യക്ഷി, ഏലിയൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. രേണു ശരിക്കും ഇന്റർനെറ്റിൽ ജീവിക്കുന്നത് ബാക്കിയുള്ളവരുടെ മനസ്സിലാണ്, രേണുവിന്റെ മനസ്സിലല്ല. അല്ല, ബാക്കിയുള്ളവരുടെ ജനങ്ങളുടെ മനസ്സിലാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള ബോഡി ഷേമിങ് എന്ത് വന്നാലും നമ്മൾ അതാകത്തില്ലല്ലോ. ഇപ്പൊ പല്ലി എന്ന് പറഞ്ഞാൽ ഞാൻ പല്ലിയാണോ? അതൊരു ജീവിയല്ലേ, പാവം ഒരു മിണ്ടാപ്രാണി ജീവി. അതാന്ന് പറയുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എന്റെ കാര്യം പറയുന്നത്, ഞാൻ സന്തോഷിക്കുന്നു. പല്ലി, എലിയെങ്കിൽ എലി ജീവി, എന്തോ ഒരു ദൈവത്തിന്റെ വാഹനമാണെന്ന് തോന്നല്ലേ ഹിന്ദുക്കളുടെ. അപ്പൊ എനിക്കത് സന്തോഷമേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ സന്തോഷിക്കുന്നു. നമ്മൾ എവിടെ ദുഃഖിക്കുന്നോ ആ ദുഃഖിക്കുന്നോടത്ത് സന്തോഷം കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ദുഃഖിക്കുന്നു മീൻസ് ദുഃഖിക്കേണ്ട ഒരു അവസരം വന്നാൽ അതിനകത്തൂടെ സന്തോഷം കണ്ടെത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങളും ബോഡി ഷേമിങ് ചെയ്യുന്നവരോട് ഞാൻ പറയാം, ബോഡി ഷേമിങ് അനുഭവിക്കുന്നവരോട് ഞാനതാ പറയുന്നത്, നിങ്ങൾ എവിടുന്ന് വിഷമം അനുഭവിക്കാൻ ഒരു ഇത് വരുന്നോ അതിനകത്ത് നിങ്ങളൊരു സന്തോഷം കണ്ടെത്തുക. അപ്പൊ നമ്മുടെ ആ വിഷമം മാറിക്കോളും തന്നെ, നമ്മളത് വിഷമം അല്ലാതാവും. വിവാഹം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് മീഡിയ രേണുവിനടുത്ത് വെച്ചു കല്യാണം കഴിക്കുന്നുണ്ടോ. പക്ഷെ ഞാൻ ചോദിക്കുന്ന വേറൊരു പെർസ്പെക്റ്റീവിലാ. അതായത് ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്തും ഒരു മനുഷ്യന് അനിവാര്യമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പം രേണു ഓക്കെയാണ്, അതായത് ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പൊ ലൈം ലൈറ്റിലാണ് നിൽക്കുന്നത്, ആരോഗ്യമുണ്ട്. പക്ഷെ പിന്നീട് അധികം ഹെൽത്ത് നോക്കുന്ന ആളല്ല ഞാൻ. അല്ല അപ്പൊ അങ്ങനെ നടക്കാനും നിൽക്കാനും സംസാരിക്കാനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്. അതെ. അപ്പം പിന്നീട് അങ്ങനെ നമുക്കൊരു മക്കളുടെ കാര്യവുമായിട്ട് പോകും, അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്. അതല്ലേ വേണ്ടത്. അതെ. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിൽക്കാൻ പറ്റുമോ? അതെ. അപ്പൊ ആ ഒരു സമയത്ത് വേറൊരു കൂട്ട് വേണം എന്ന് തോന്നുമായിരിക്കും എന്ന് ചിന്തിക്കുന്നേ ഇല്ല. തോന്നുമായിരിക്കും. എല്ലാത്തിനും ഉത്തരവുള്ളൂ. തോന്നുമായിരിക്കും. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ലടാ, പേഴ്സണലി ഇല്ല. കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും വേണം, നമുക്കൊരു പാർട്ട്ണർ വേണം എന്നൊരു ചിന്ത ഇന്നില്ല എനിക്ക്. ഇപ്പൊ ഇല്ല, ഈ ഒരു നിമിഷം ഇല്ല എനിക്ക്. അത് ഒരു പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യവും ഫ്രീഡവും ആവോ എനിക്കറിയില്ല, ആണോ എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം സ്വാതന്ത്ര്യമല്ല, എന്നെ മനസ്സിൽ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ കിച്ചുവിന്റെ കാര്യം അറിയാലോ, അവനെ സ്വന്തം മോനെ പോലെ സ്വന്തം മോൻ തന്നെയാണ് എൻ്റെ. നാളെ ഒരു സമയത്ത് വരുന്ന ആള് ഋതുലിനെയും കിച്ചുവിനെയും സ്വന്തം മകനെ പോലെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ എനിക്ക് അത് വീണ്ടും വിഷമാവും. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു പ്രശ്നം. അതാണ് വീഡിയോയ്ക്ക് മുന്നേ ഞാൻ പറയാണ്, എനിക്ക് ആ ഒരു ഒറ്റ വിഷമമാണ് ആദ്യം. മക്കളെ നമ്മൾ എന്ത് ആട്ടെ, നമുക്ക് നമ്മുടെ ലൈഫ്, പക്ഷെ മക്കളെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ എനിക്ക് സഹിക്കത്തില്ല രണ്ടുപേരെ. ഇനി വരുന്ന ആള് ഒരു പക്ഷെ ആ മക്കളെ സ്വന്തം മക്കളെ പോലെ കാണത്തില്ല, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ 1% പോലും പേരുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, സ്വന്തം മക്കളെ പോലെ കാണുമോന്ന് എനിക്കറിയില്ല. അപ്പം വിമർശനങ്ങളിലൂടെ അല്ലാതെ, വിവാദങ്ങളിലൂടെ അല്ലാതെ, അഭിനയത്തിലൂടെ രേണുസുതി അറിയപ്പെടട്ടെ. അതെ, അതാണ് ആശംസിക്കേണ്ടത്. നമ്മള് വിമർശനങ്ങളിലൂടെ വിവാദങ്ങളിലൂടെ അല്ലല്ലോ നമ്മളെപ്പോഴും അറിയപ്പെടേണ്ടത്. നമ്മളെപ്പോഴും നമുക്ക് ഒരു വ്യക്തിമുദ്ര നമ്മളെ വർക്കിലൂടെ ആവാം, അല്ലെങ്കിൽ നമ്മളെ കഴിവിലൂടെ ആവാം, നമ്മുടെ പാഷനിലൂടെ ആവാം. അങ്ങനെയാണല്ലോ നമ്മള് അറിയപ്പെടേണ്ടത്. അപ്പം അങ്ങനെ അറിയപ്പെടാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവട്ടെ. ആ ഒരു രീതിയിൽ ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റട്ടെ. അതായത് വിവാദങ്ങൾക്ക് മറുപടി എന്നുള്ള രീതി അല്ലാതെ അങ്ങനൊരു ലൈഫ് നാളത്തേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.